ഹലോ ഗായ്സ്, ബാക്ക് ടു പെൻറ്റോ ബോക്സ്. ഞാൻ കുറേ നാളെ വീഡിയോ ഇട്ടിട്ട് ക്ഷമിക്കുക. ഫോണ് ഇഷ്യൂസ് ഉണ്ട്. ഫോൺ നൈസാക്കി മേടിച്ചിട്ട് 5 വർഷമായി. ഫ്രണ്ട് ക്യാമറ ക്വാളിറ്റി തുടങ്ങി, ബാക്ക് തെറ്റി ഫ്രണ്ട് അത് മൊത്തം പോയി തുടങ്ങി. ഉള്ളത് വെച്ചാണ് ചെയ്യുന്നത്. അതാണ് ജീവിതം, മിഡിൽ ക്ലാസ് ബോയിൻ്റെ ലൈഫ്. എന്തായാലും നല്ലൊരു ഫോൺ മേടിച്ചിട്ട് പക്കയാക്കി ഞാൻ റിവ്യൂ ചെയ്യാം കേട്ടോ. കുറേ നാളെ ക്ഷമിക്കുക. എന്ന് ഞാൻ പറയാൻ പോണ് നമ്മുടെ ലാലേട്ടൻ്റെ, അതർവൈസ് ലൂസിഫോറിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട്, അതർവൈസ് കോൾ എമ്പുരാൻ. ഞാൻ എമ്പുരാൻ മൂവി രാവിലത്തെ ഫാൻ ഷോ പോയി കണ്ടു. കസിൻ ചേട്ടൻ്റെ വിളിച്ച് പറഞ്ഞ് ചേട്ടാ ടിക്കറ്റ് വേണം പറഞ്ഞ് പോയി കണ്ടു. എനിക്ക് സിനിമ ഉള്ളതായിരുന്നു പറയുക. എനിക്കിഷ്ടമായി. വൈ? ഞാൻ കൂടുതൽ ഹൈപ്പ് ഒന്നും കൊടുത്തിട്ടില്ല. ബിക്കോസ് ഞാൻ ഈ സിനിമ ട്രെയിലറായാലും ടീസറായാലും മിനിമം എത്ര കണ്ടിട്ടുണ്ടല്ലോ, 25 നീക്കമുണ്ട്. മിനിമം കഥേൻ്റെ പോട്ട് വിട്ട് എല്ലാം മിനിമം എനിക്ക് കുറിപ്പിച്ചു. ആ കുറിച്ച പോലെയാണ് സ്റ്റോറി കംപ്ലീറ്റ് പോയത്. പിടിച്ചാച്ച് ഞാൻ ഉദ്ദേശിച്ച പോലെ. പിന്നെ ഒരു ആക്ടറിനെ കൊണ്ട കാര്യം ഞാൻ നൈസാക്കി. ഒരു ഡ്രാഗൺ കൈ ഉണ്ടല്ലോ, ഡ്രാഗൻ്റെ ബാക്ടീരിയ കക്കൂസ് ഗ്യാങ്ങിൽപ്പെട്ട ഒരാളുടെ, ഞാൻ ഉദ്ദേശിച്ച ആക്ടർ തന്നെയാണ്. പൊളിച്ചു. പിന്നെ രാജോട്ടാ, ആളുടെ മേക്കിങ് ചുമ്മാ വേറല്ലോ കേട്ടോ. ഉള്ള കാര്യം ഒന്നും പറയാ. ഡിയർ രാജോട്ടാ, ഒരപേക്ഷയാണ്. ലൂസിഫർ ഇല്ലെങ്കിൽ എമ്പുരാൻ്റെ 3ാം പാട്ട് വേണം. ഒരപേക്ഷയാണ്, കൈ ഊപ്പി പറയുക. പിന്നെ ലാലേട്ടാ ചുമ്മാ വേറെ ലെവല്. ഇച്ചായ ഫൈറ്റിങ്, ഇച്ചായ ഇത് ഇന്ന പ്രായം വെച്ച ആൾ ഫൈറ്റ് ചെയ്യുന്ന സ്കിൽസ് ചുമ്മാ ഒന്നും പറയണ്ട, വേറെ ലെവല്. പിന്നെ മഞ്ജു ചേച്ചി, എനിക്ക് മഞ്ജു ചേച്ചി എനിക്ക് കാണുമ്പോൾ ഒരു അയൺ ലേഡി പോലെയാണ് എനിക്ക് തോന്നിയത്. ഇന്ദിരാഗാന്ധി കന്നെ പോലെ പറയുന്ന സ്പീക്കായാലും കാര്യങ്ങളായാലും ചുമ്മാ വേറെ ലെവൽ. മഞ്ജു ചേച്ചി ബിഗ് സർവിറ്റ്. പിന്നെ ടോണിയോട്ടാ വേറെ ലെവൽ. പിന്നെ മ്യൂസിക്കായാലും സിനിമയുടെ വിഷ്വൽസ് ആയാലും മേക്കിംഗ് ആയാലും ചുമ്മാ വേറെ ലെവല്. പിന്നെ സ്റ്റോറി ആയാലും എഴുത്ത് കഴിഞ്ഞ് റൈറ്റിങ്, അത് പൊളിറ്റിക്കാരെന്നവർക്ക് മനസ്സിലാവും. പിന്നെ സിനിമയിൽ വർക്ക് ചെയ്ത മിക്ക ആക്ടേഴ്സ് ആയാലും പക്കയാക്കി, അവർക്ക് ചെയ്യുന്ന പണി പക്കയാക്കി ചെയ്തിട്ടുണ്ട്. ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫ് ഉള്ള അറിയാം, കൈ പൊക്കി അറിയാം. ഞാൻ മമ്മൂക്ക ഫാനാട്ടോ. ഒരു മമ്മൂക്ക ഫാനെ ഞാൻ ഈ സിനിമയ്ക്ക് നല്ലത് വരുമ്പോഴാണ് വേറെ ലെവല്. ലാലറ്റ് ഇടക്കിറങ്ങി മിക്ക പൊട്ടുപോയി സിനിമയ്ക്ക് അന്തസ്സായി നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ബിക്കോസ് സിനിമ കൊള്ളത്തില്ല. ബട്ട് ഈ സിനിമ ഏറ്റവും നല്ലതാണ്. ഫസ്റ്റ് പാർട്ട് ഞാൻ മിനിമം പണിക്ക് പോയി ഉണ്ടാക്കിയ കാഷ്ണർ പോയി കണ്ടതാണ്. ഇതുപോലെയാണ് ഇതും. ഇത് ആദായം വിട്ട് പാടുവിട്ടുണ്ടാക്കി കൂട്ടി വെച്ച് പോയി കണ്ടതാണ്. എന്തായാലും നിങ്ങൾ മസ്റ്റാക്കി തിയേറ്ററിൽ പോയി കാണുക. ബൈ. പക്കല.